എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. സാം നമ്പർ 95, 95 സങ്കീർത്തനം 95, സാം നമ്പർ 95, 95 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഒടുവിൽ 2 വാക്ക് ചേർന്ന് വായിക്കാം. 40 ആണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരൊന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നമ്മുടെ കരങ്ങളെ ഉയർത്തി, വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് അല്പസമയം മഹത്വം അർപ്പിക്കാം. ഇവിടെ നാം വായിച്ചത് യഹോവ മഹാദൈവമല്ലോ. നാം സേവിക്കുന്ന ദൈവം മഹാദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവമാരാണ്? മഹാദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സേവിക്കുവാൻ, ഹല്ലേലൂയ, സകല ദേവന്മാരിലും ഉന്നതനായ ദൈവത്തെ വാഴ്ത്തുവാൻ ഇടയായി തീരട്ടെ. അതിനം തുറന്ന് കർത്താവേ, നീ മഹാദൈവമാണ്, നീ ഉന്നതനായ ദൈവമാണ് കർത്താവേ, നീ സകലത്തിന്മേലും അധിവസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ കരസ്പർശനം, ദൈവത്തിൻ്റെ കരം ചെല്ലാത്ത ഒരു മേഖലകളും ഇല്ല കേട്ടോ. അവൻ്റെ കര സകല സൃഷ്ടിയുടെ മേലും അവൻ്റെ കരമുണ്ട്. അവൻ സൃഷ്ടിവാനായ ദൈവമാണ്, അവൻ സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടാവായ ദൈവത്തെ വാഴ്ത്തുവാൻ, സൃഷ്ടിയെ അല്ലിവിടെ വാഴ്ത്തുന്നത്, സൃഷ്ടിയെ അല്ലിവിടെ ആരാധിക്കുന്നു. അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പോൽക്കാലം ആ കർത്താവിനെ ആരാധിക്കുവാൻ സന്തോഷമുണ്ട്. ഇന്ന് അനേകർ സൃഷ്ടിയുടെ പുറകെ പോയി അവരുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. സൃഷ്ടാവിനെ അന്വേഷിക്കുവാൻ സമയമില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ, സൃഷ്ടാവിനെ ഹല്ലേലൂയ ആരാധിക്കുവാൻ. സൃഷ്ടിയുടെ പുറകെ അല്ല പോകുന്നത്. അനേകരിന്ന് സൃഷ്ടിയുടെ പുറകെ പോയി അവർ സായുധ്യമടങ്ങുമ്പോൾ, ദൈവപൈതലേ, നിനക്ക് സൃഷ്ടാവിനെ, you have to honor the creator. hallelujah, he is only one God, he is the living God. ഇന്ന് പകൽക്കാല കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതികരേറ്റുവാൻ ഇടയായി തീരട്ടെ. അവൻ സകല ബഹുമാനത്തിനും യോഗ്യനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, ഞങ്ങളൊന്നുമില്ല കർത്താവേ, വീണ്ടും ഞങ്ങളെ നടത്തണമേ. സകലതും അങ്ങയുടെ കരങ്ങളിലിരിക്കുകയാണ്. ഭൂമിയുടെ അധോഭാഗങ്ങൾ കർത്താവേ അവൻ്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ, ഉന്നതമായ അനുഭവങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. ഭൂമിയുടെ അധോഭാഗത്തെ അനുഭവങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. അവനെ മറച്ച് നമുക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. അവനെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ മറച്ചൊരു ജീവിതമില്ല കേട്ടോ. ദൈവത്തെ മറച്ച് മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവൻ ചെന്ന കുഴികളിൽ വീഴുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവത്തോടു കൂടെ നീ നടന്നാൽ, ഭക്തന്മാർ ദൈവത്തോടു കൂടെ നടന്നു, ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തോടു കൂടുന്ന ഭക്തന്മാർ, ഹല്ലേലൂയ, ഓ ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ, ബലം പകരട്ടെ. നന്ദിയുള്ള
അല്പസമയം കർത്താവിന് മഹത്വം അർപ്പിക്കും. കർത്താവേ, എന്നെ ഇവിടെ സഹായിക്കണം. പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനായി സമർപ്പിച്ചു കൊടുക്കാം. അപ്പാ, അവിടെ നിങ്ങളെ ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ പ്രവൃത്തിക്കായി കർത്താവേ ഞങ്ങളെ വേർതിരിച്ചവരാണ്. എന്നാൽ ഞങ്ങൾ ദിനംതോറും കർത്താവേ വിശുദ്ധി പ്രാപിച്ച് കഴിവ് പ്രാപിച്ച് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ്. കർത്താവ് വരുവോളം ഹല്ലേലൂയ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് വന്നിട്ടില്ല. ഹല്ലേലൂയ, അവൻ വരുവോളം ഇന്ന് കാലം കർത്താവിന് വേണ്ടി ജീവിപ്പാനാണ്, അവന് വേണ്ടി പ്രവർത്തിപ്പാനാണ്. എന്നെ തിന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് കാലം ആ ജീവൻ്റെ ശുശ്രൂഷ കർത്താവ് ഇന്ന് ഭാഗമാക്കാകുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുവാൻ ധൈര്യത്തോടെ മുന്നേറുവാൻ ഇടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിർത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഇപ്രകാരം ഞങ്ങൾക്ക് പ്രഭാതത്തിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, മഹത്വം കരയേറ്റുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായി വിശ്വസതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളുടെ അർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിച്ചു, ദോഷങ്ങൾ ഞങ്ങളെ വിടുവിച്ചു. കർത്താവ് വീണ്ടും ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. ഞങ്ങളെ രോഗികളായിരുന്നു പ്രിയപ്പെട്ടവരേക്കും കർത്താവ് വഴി നടത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇതുപോലെ കാലം കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നല്ല ഇടയനായ കർത്താവ് ഞങ്ങളെ വീണ്ടും മുന്നോട്ട് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷനിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അവിടെ നിങ്ങളെ ബലപ്പെടുത്തണം, കൃപകരണമേ. തുടർന്നുള്ള ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനിടയാക്കണം. തിരുനാമത്വത്തിന് വേണ്ടി ഞങ്ങളെ തീർത്താട്ടെ, തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ നിർത്തിയാട്ടെ. തിരുകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്ലീസ് ഓൾ സീറ്റഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വിശേഷാൽ നമുക്ക് പ്രകാരം പ്രഭാതത്തിൽ ദിവസത്തിൽ കടന്നു വന്ന് കർത്താവിന് മഹത്വം അർപ്പിക്കുവാനായി, ദൈവം ചെയ്ത നന്മകൾക്ക് പുകഴ്ച അർപ്പിക്കുവാനായി ദിവസത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ എല്ലാ കരുതലിനായി പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾക്ക് കടന്നു വന്ന് സൺഡേ സ്കൂൾ പഠിപ്പാൻ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തി, മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ആയിട്ട് കടന്നു വന്ന് അവർ ദൈവനെ അഭ്യസിപ്പാൻ കർത്താവ് കൃപ കൊടുത്തു. തുടർന്ന് നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവദിനത്തിന് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നമ്മുടെ പ്രാർത്ഥനയുടെ 3ാം സെഷനാണ് കർത്താവ് നമ്മളെ നടത്തുന്നത്. വീണ്ടും കർത്താവ് നമുക്ക് ആവശ്യമായ കൃപയും ബലവും നൽകട്ടെ. രോഗികളായിരുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ വഹിക്കാം. ഇവിടെ നിന്നും പലരും രോഗികളായിരിക്കുന്നവർക്ക് കർത്താവ് ആവശ്യമായ വിടുതൽ, സൗഖ്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നോട് ചേർന്ന് തന്നെ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന ഭാഗം കൂടെ വായിച്ച് ചില വേദഭാഗങ്ങൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ 95 സങ്കീർത്തനം, അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരാധനയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത്, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. എന്തുവാ ഈ ഉല്ലസിച്ച് ഘോഷിക്കുക എന്ന് പറയുന്നത്? ഘോഷിക്കുക എന്ന് പറഞ്ഞാലുണ്ട്, എന്നാൽ ഉല്ലസിച്ച് ഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഘോഷത്തെ, വെറുമൊരു സെലിബ്രേഷനേക്കാളും ഒരു സന്തോഷം, അതാണ് അവിടെ പറയുന്നത്. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അന്തരംഗത്തിൽ നിന്ന് ഉയരുന്നതാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. ഉല്ലാസം അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. ഒരു സെലിബ്രേഷൻ ആരെങ്കിലും വിളിച്ചു, നമ്മളവിടെ പോയി ഇരുന്നു, ഒരാഹാരം കഴിച്ചു, എഴുന്നേറ്റ് പോയി. അതിപ്പോൾ യഥാർത്ഥമായ ഒരു സന്തോഷമാണോ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഒരാൾ വിളിച്ചു, ഒരിടത്ത് പോയി ഇരുന്നു, അല്ലെ അല്പസമയം ഇരുന്ന്, നമ്മൾ വേറെ പല കാര്യങ്ങളുമായിട്ടായിരിക്കും അവിടെ പോയിരിക്കുന്നത്, വേറെ പല ചിന്തകളിലായിരിക്കും അവിടെ പോയിരുന്ന്, അല്ലെ നമ്മൾ പോയി, അത്രയും കഴിഞ്ഞു. അതല്ല ഇവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്തുണ്ട് പറഞ്ഞാട്ടെ, നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നവരാ. ദൈവസന്നിധിയിൽ വരുമ്പോൾ അന്തരംഗത്തിൽ നിന്ന് എന്നെ നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങൾ ഓർക്കുമ്പോൾ എന്തുണ്ട്? അന്തരംഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു സന്തോഷം, ഒരു ആനന്ദം ഉയരണം. ഇല്ല പിന്നെ എവിടെ ഉയരണ്ടേ? ഇല്ല പിന്നെ എവിടെ പോയി സന്തോഷിക്കാനാ? എവിടാ നമ്മൾ പോകേണ്ടത്? നമ്മുടെ സന്തോഷമല്ല എവിടാ?
നമ്മുടെ ആനന്ദമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലേ ഉള്ളൂ. ലോകം പലയിടത്തും പോയി സന്തോഷിക്കുന്നു. അവരുടെ വീക്കെൻഡ് അവർ പലയിടത്തും പോയി ഇരിക്കുക. അവർ പലയിടത്തും പോയിരുന്ന് നാളെ നേരം വെളുക്കുമ്പം ബാഗ് കൊടുത്തവരിറങ്ങും. ഈ 2 ദിവസം അവർ പല വഴികളിൽ പോയി അവർ കിടക്കുക. അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വി ആർ ഔട്ട് ഓഫ്, അവർ പലരും ഔട്ട് ഓഫ്. ഞാനൊക്കെ കുറിച്ച് കൂടുതൽ എക്സ്പ്രഷൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഔട്ട് ഓഫ് അല്ല. അവൻ എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ്റെ മേലൊരു ദൈവകൃപയുണ്ട്. അവൻ ഔട്ട് ഓഫും ഒന്നും അല്ല അവൻ്റെ മൂഡ് ദൈവകൃപ, ദൈവവചനത്തിലാണ് അവൻ്റെ ആശ്രയം. ന്യായപ്രമാണത്തിൽ അവൻ ദിനംതോറും ധ്യാനിക്കുന്ന പുരുഷനാ. ധ്യാനപ്രയാണത്തിൽ ന്യായപ്രമാണത്തിൽ അവൻ ദിനംതോറും സന്തോഷിക്കുന്നുണ്ട്. അവൻ ആനന്ദമുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ന്യായപ്രമാണം വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ദൈവം അവൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഉണ്ട്, ആനന്ദമുണ്ട്. വചനം വായിക്കുന്നവർക്ക്, വചനം പഠിക്കുന്നവരുടെ ഉള്ളിൽ വലിയ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അല്ലാത്തവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക്, ചിലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് അവർ ചെറിയ നിസ്സാര കാര്യം എന്താക്കും, 100 ഡിഗ്രി ആക്കി തരും. നിസ്സാര ഒരു പനിയായിരിക്കും. അയ്യോ ഇതൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ, ഈ ഒരു പനി ഇങ്ങനെ വന്ന് ടെമ്പറേച്ചർ നിൽക്കുന്ന വേറെ എന്തെങ്കിലും കാര്യം, നിങ്ങൾ വേഗം വണ്ടി പിടിച്ച് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കോളാൻ പറയും. നമ്മളിവിടെ മെഡിക്കൽ കോളേജല്ലോ, ലൂർദ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളാൻ പറയും അല്ലേ? ഇല്ല, വളരെ നമുക്ക് പ്രാർത്ഥിക്കാം. പോകണ്ടെന്നല്ല പറഞ്ഞത്, നോക്കണ്ടെന്നല്ല, ഞാൻ ഇത് എഗെയിൻസ്റ്റായിട്ട് സംസാരിച്ചതല്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധി പരിഹാരമുണ്ട്. എത്ര പേർ വിശ്വസിക്കും ദൈവസന്നിധി പരിഹാരമുണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക്? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ എത്ര വിഷയങ്ങൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് യാചിച്ച വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് പരിഹാരം നൽകിയിട്ടുണ്ട്. ആ പരിഹാരങ്ങൾ അനുഭവിച്ചവരാ ഈ ഹോളിനുള്ളിൽ നിന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നവർ, ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നവർ. കഴിഞ്ഞകാല ജീവിതത്തിൽ നിരവധി വിഷയങ്ങൾ ഞാനിവിടെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ നാം അറിയാത്ത അനവധി വിഷയത്തിനകത്ത് ദൈവം നമ്മളെ നിലനിർത്തിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ദൈവം നമ്മളെ നടത്തുന്നു. നാം ഘോഷിച്ച് ഉല്ലസിച്ച് ദൈവം ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നമ്മുടെ രക്ഷയുടെ പാറ എന്താ അത് സൂചിപ്പിക്കുന്നത്? അനേകർക്ക് ആശ്രയിക്കാൻ ഒരു പാറയില്ല. അനേകർക്ക് ആശ്രയമില്ല. ആശ്രയമറ്റവരായ അവർക്കെല്ലാം ഉണ്ടെന്ന് പറയും. അവരാശ്രയമറ്റവരായി നടക്കുക. എന്നാൽ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൽ ആശ്രയം വെക്കുവാൻ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് രോഗങ്ങളുടെ നടുവിലും അപ്പാ ഹല്ലേലൂയ, ഇന്നലെ പകൽക്കാലം കേട്ട അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ബന്ധമുണ്ടോ? അപ്പാ പിതാവേ. ഇപ്പം നമ്മളായിരിക്കുന്നത്, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആയിരിക്കുന്നത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. ഇപ്പം ഞാൻ ആയിരിക്കുന്നത് അപ്പാ പിതാവേ. കാരണം എന്താ? ആ ഒരു കെയർ ഓഫ് വന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പേരെനിക്ക് വന്നത് എന്തുകൊണ്ടാണ്? അപ്പനുമായിട്ടുള്ള ബന്ധം, ഇൻറ്റിമസിയായ ബന്ധം, ആ റിലേഷൻഷിപ്പിലേക്ക് എന്നെ നടത്തിയത് എങ്ങനെയാണ്? അത് പുത്രനിൽ കൂടെയാണ്. ആ ഇൻറ്റിമസിയിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് കൃപ നൽകിയത്, പ്രവേശനമുണ്ടായത്. എനിക്ക് ഒരു കാലത്ത് ആ ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. നമുക്കറിയാം സീനായി പർവ്വതത്തിലെ അനുഭവം എന്താ? ആ ഡോർ ഓപ്പൺ അല്ലായിരുന്നു. അവിടെ വളരെ വ്യവസ്ഥയുണ്ടായിരുന്നു. അടുത്ത് വരുവാൻ, ദൈവത്തോട് അടുത്ത് വരുവാൻ, തേജസ്സിനോട് അടുത്ത് വരുവാൻ എന്തുണ്ടായിരുന്നു? വളരെ തീവ്രമായ ഇൻറ്റൻസീവായ അനുഭവമായിരുന്നു. അതിനു മുമ്പാകെ മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഹല്ലേലൂയ, അവൻ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതോടുകൂടെ സ്വന്തം പുത്രനെ സ്വപുത്രനെ അയച്ച് ഹല്ലേലൂയ, ആ ബന്ധത്തിന് എന്തുണ്ടായി? ഇൻറ്റിമസി ഉണ്ടായി. ഹല്ലേലൂയ, അപ്പാ പിതാവ്. അവസ്ഥകളുടെ നടി വിളിക്കുന്നുണ്ടോ? അപ്പാന്ന് വിളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, അപ്പാ പിതാവേ.
ഹല്ലേലൂയ, വിളിക്കുവാനുള്ള അധികാരം, അവകാശം എനിക്ക് നൽകി. പുത്രത്തിന് അവൻ എന്നെ അവകാശിയാക്കി തീർത്തു. മറ്റു പല കാര്യങ്ങൾക്ക് എനിക്കിന്ന് ഈ ഭൂമിയിൽ അവകാശമില്ലെങ്കിലും ഒന്ന് നമുക്ക് ധൈര്യപ്പെടാം, ഒന്നിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവവേദലേ, ഹല്ലേലൂയ, അവൻ എന്നെ പുത്രത്വത്തിന് അവകാശിയാക്കി തീർത്തതിനെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ്റെ പുത്രനാക്കി, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ്റെ പ്രവൃത്തിക്ക് യോഗ്യനാക്കി എന്നെ തീർത്തു. എനിക്കിനിയും പ്രതീക്ഷയുണ്ട് അവനോട് കൂടെ യാത്ര ചെയ്യുവാൻ. ക്രിസ്തു ജീവിതത്തിൽ ആ പുത്രത്വം പ്രാപിച്ചത് അവനോട് കൂടെ ചേർന്ന് ചെയ്യുവാൻ നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധി ചെല്ലുക. സങ്കീർത്തനത്തോടെ അവന് ഘോഷിക്കുക. അവൻ മഹാദൈവമാണ്, സകലത്തിന്മേലും അധികാരമുള്ള ദൈവമാണ്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്, സർവചരാചരങ്ങളുടെ മേലും അവൻ്റെ കരസ്പർശനമുണ്ട്. അവനൊരു വെറും സൃഷ്ടിയല്ല, മറിച്ചാരാണ്? ചിൽഡ്രൻ ഓൾ, ലോർഡ് ഈസ് അവർ, ജീസസ് ഈസ് അവർ ക്രിയേറ്റർ. പ്ലീസ് ലിസൺ. ഈസ് അവർ ലോർഡ് ഈസ് അവർ ക്രിയേറ്റർ. ഈസ് അവർ ക്രിയേറ്റർ. അവനൊരു സൃഷ്ടിയല്ല, അവൻ സകലത്തിനെയും മുൻപേ ഉള്ളവനാണ്. ഈസ് ആൻ എറ്റേണൽ ഗോഡ്. ഈസ് ആൻ എറ്റേണൽ ഗോഡ്. അവൻ സകലത്തിന് മുൻപേ ഉള്ളവൻ, അധിപനായവൻ, സർവസൃഷ്ടിതാവ്, സർവശക്തനായവൻ. ഈസ് ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അവന് സകലത്തിനും മുമ്പേ ഉള്ളവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സകലത്തിനും അധിപനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എന്നാൽ ഈ ആരാധന കൊടുക്കുമ്പോൾ, പാട്ട് കൊടുക്കുമ്പോൾ, സ്തുതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുകയല്ല. ഈ സങ്കീർത്തനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പാട്ടുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്. അത് നമ്മൾ അർപ്പിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദമായി മാറണം. ശ്രദ്ധിക്കുക, പാട്ടുണ്ട്, ആരാധനയുണ്ട്, കൈയടിച്ച് ദൈവത്തെ, അത് തെറ്റെന്നല്ല. നമ്മൾ ചിന്തിക്കരുത് അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനല്ല. ഇത് രണ്ടും വേണം. പാട്ടുണ്ട്, ആരാധനയുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ടെന്നല്ല. ഈ പാട്ട് പാടി കർത്താവിന് ആരാധന അർപ്പിക്കണം, മഹത്വം കൊടുക്കണം. എന്നാൽ അതിനോട് ചേർന്നുണ്ട് വ്യക്തിപരമായ ജീവിതം ദൈവം പ്രസാദിക്കുന്നുണ്ടോ? So we have to examine before the presence of God as we are going to partake. Even many of the people asking, are we giving this Lord's Supper to everyone? Why we are not giving to everyone? Many of them asking, why we are not giving to everyone the Lord's Supper? In many of these churches, even I heard that most of the people, they are just supplying it to everyone. But according to Scripture, according to Bible, Scripture clearly says it cannot be given to everyone. First, you have to accept Jesus Christ, confess your sins and accept Jesus Christ as your personal Savior. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയാകുന്ന, അല്ലെങ്കിൽ കർത്താവ് നൽകിയ അശ്രേഷ്ഠ കൽപ്പനയാകുന്ന ആ സ്നാനം, ഹല്ലേലൂയ, കൈക്കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഓ ഹല്ലേലൂയ, സ്നാനത്താൽ, ഹല്ലേലൂയ, ആ പുനരുത്ഥാനത്തോട്, ഹല്ലേലൂയ, വഹിക്കുന്ന സ്നാനത്തിൽ കൂടെ മാത്രമേ ഈ അനുഭവത്തിലേക്ക്, ലോർഡ് സർപ്പറിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധ്യമാകുകയുള്ളൂ. മറ്റ് ഇവരെന്തും ചെയ്യട്ടെ, വചനപ്രകാരം അങ്ങനെയാണ്, അവർക്ക് എന്തും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയല്ല. ഈ ശുശ്രൂഷ അനുഭവിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ളത് വിശുദ്ധ വചനം വളരെയധികം ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഓ ഹല്ലേലൂയ. അവിടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. വരുവീൻ, നാം ഇങ്ങനെയൊക്കെ വണങ്ങി നമസ്കരിക്കുന്നു, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. നാം ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ആരാണ്? അവൻ നമ്മുടെ ദൈവമാകുന്നു. പിന്നെന്താണ് 7-ാം വാക്യത്തിൽ? അവൻ നമ്മുടെ നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അതിനകത്ത് സംശയമില്ലാത്തൊരു കാര്യം എന്താണ്?
അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. എന്നാൽ അവൻ്റെ കൈക്കലെ ആടുകൾ ആയിരിക്കുമ്പോൾ തന്നെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ പറയാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവൻ്റെ കയ്യിലിരിക്കുന്നെന്ന് പറയുന്നു, അവൻ തിരഞ്ഞെടുത്ത ജനമെന്ന് പറയുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരെ അർപ്പിക്കുന്നുണ്ട്, ആലയത്തിൽ പോയി ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. എല്ലാത്തിലും അവരെന്താണ്? അവർ എക്സ്പേർട്ടായിരിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചില കാര്യങ്ങൾ വരുന്നു. എന്താണ്? ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയൊക്കെ വണങ്ങിയിട്ടും ഇത്രയൊക്കെ സ്തുതിച്ചിട്ടും ഇതുവരെ ദൈവശബ്ദം മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടും ദൈവശബ്ദം പിടികിട്ടാതിരിക്കുന്ന ഒരനുഭവം അവിടെ കാണുന്നു. വലക്കാല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ പലപ്പോഴും ദൈവശബ്ദത്തെ നാം വേണ്ടതുപോലെ ഗമനിക്കാതെ, ദൈവശബ്ദത്തിന് നാം കാത് കൊടുക്കാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. മറ്റെല്ലാം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും നടക്കത്തില്ലെന്ന് പറയുന്നില്ലല്ലോ. അവൻ മേയ്ക്കുന്ന ആടുകളാണ്. അവർ പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ താഴെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരനുഭവം വെളിപ്പെടുന്നു. എന്താണ് അവൻ മേയ്ക്കുന്ന ആടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ ശബ്ദം കേൾക്കാതെയായിരിക്കുന്നു. കർത്താവിൻ്റെ മേശയോട് നാം ചേർന്ന് വരുമ്പോൾ അവൻ്റെ ശബ്ദം നാം തിരിച്ചറിയണം. അവൻ്റെ ശബ്ദം നാം തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ, അപ്പാ, മറ്റുള്ളവർ എന്നോട് പറയുന്നതിനേക്കാളും ദൈവം എന്നോട് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. ഇന്ന് പകൽക്കാലം കൂട്ടുകാർ പറയുന്നതിനല്ല, ബന്ധക്കാർ പറയുന്നതിനല്ല, എൻ്റെ ദൈവം എന്നോട് ഇടപെടുന്നതിന്, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അത് മറവോടുകൂടി സംസാരിക്കുന്ന ദൈവമല്ല. അവൻ ഉദ്ദേശത്തോടുകൂടി സംസാരിക്കുമ്പോൾ അതിന് നോ പറഞ്ഞുകൊണ്ട്, അതിനെ റിജക്റ്റ് പറഞ്ഞുകൊണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടെന്ന് അന്വേഷിച്ചു പോകുന്നവരായിട്ടല്ല. അപ്പാ, നീ ഇടപെടുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മളെ, ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിലുണ്ട്, അവൻ ഇടപെടുന്നത്, അവൻ സംസാരിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആയിരിക്കത്തില്ല. അവൻ ബാലശിക്ഷ കഴിക്കുന്ന ദൈവമാണ്. അവൻ, ഹല്ലേലൂയ, ഇടപെടുമ്പോൾ നമ്മുടെ ഹിതമനുസരിച്ച്, നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഇഷ്ടത്തെ അതിനകത്തേക്ക് ചേർത്ത് വെക്കുവാൻ ഇസ്രായേൽ ജനം നോക്കി. എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അവർ കാണാത്തവരല്ലെന്നല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടവരാ, ഒരു വിടുതൽ ഏറ്റെടുത്തവരാ, ഒരു സൗഖ്യം ഏറ്റെടുത്തവരാ, അവരെല്ലാം ഏറ്റെടുത്തവരാ. അവർ കാണാത്തവരല്ലായിരുന്നു. എന്നാൽ കണ്ടിട്ടും, അവരത് ഗ്രഹിച്ചിട്ടും, അവരത് മനസ്സിലാക്കിയിട്ടും, എന്താണ് എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. 78 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 40 തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് കാണാം അവരുടെ ജീവിതവും ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് 40 തൊട്ടുള്ള വാക്യങ്ങൾ. 78 സങ്കീർത്തനം 40 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മരുഭൂമിയിൽ മതി. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മരുഭൂമിയിൽ അവരെത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു. മരുഭൂമിയിൽ കരുതലുകൾ ലഭിച്ചില്ലെന്നല്ല, ദൈവീയ കരുതലുകൾ ലഭിച്ചവരാണ്.
എന്നാൽ മരുഭൂമിയിൽ അവരെന്ത് ചെയ്തു? എത്ര പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ചു. ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. ദൈവമക്കളെ, നാം ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, my deeds, my work be pleasing to the God. My works, അവനെ മുഷിപ്പിക്കുന്ന, അവനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവണതകൾ എൻ്റെ മേലുണ്ടോ? ഇന്ന് പകൽക്കാലം സ്വയം പരിശോധിക്കുക. അവനെ ദുഃഖിപ്പിക്കുന്ന, അവൻ്റെ നാമത്തിന് ഹല്ലേലൂയ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവണതകൾ എന്നിലുണ്ടോ? വി ഹാവ് ടു സെൽഫ് എക്സാമിൻ. ഒരു വലിയ ഉണർവിലേക്കല്ല ഞാനിവിടെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവരവർ ഹൃദയംഗമായി ഇന്ന് പലകാലം ധ്യാനിക്കുക. കർത്താവേ, 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 എൻ്റെ ക്രിയകൾ, എൻ്റെ വാക്കുകൾ, കർത്താവേ, കർത്താവേ, എൻ്റെ പ്രവൃത്തികൾ അങ്ങയ്ക്ക് സുഗ്രാഹ്യമായി തീരുന്നുണ്ടോ? അങ്ങയുടെ കർത്താവേ ഹല്ലേലൂയ പറയുന്നത് അവര് ഹല്ലേലൂയ അവനെ ദുഃഖിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാക്കാണ്. അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. പല സന്ദർഭങ്ങളിൽ മോശയോട് പിറുപിറുത്ത അനുഭവങ്ങൾ പുറപ്പാട് പുസ്തകത്തിലുണ്ട്. ഇവിടേക്ക് എന്തിനാണ് നിങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾ ദാഹിക്കുന്നു. ഇല്ല, ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ കരുതലിനെ അവർ കണ്ടതാണ്. എന്നാൽ ദാഹത്തിൻ്റെ മുമ്പാകെ അവർ മോശയോട് പിറുപിറുക്കുകയാണ്. എന്തിനാണ് ഞങ്ങളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്? എന്തിനാണ് ഞങ്ങളെ ഇതുപോലെ നടത്തുന്നത്? ഇല്ല ദൈവമക്കളെ, ഏതവസരത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഇന്നുപോൽക്കാലം ഏതവസരത്തിലും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, ഏതവസരത്തിലും ഹാലയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ മറുത്തു പറയുവാനല്ല. കഷ്ടതയുടെ അപ്പം തിന്നുമ്പോഴും ഹല്ലേലൂയ മറുത്തു പറയുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറുത്തിടപെടുവാനല്ല ദൈവം നമ്മളോട് വിളിച്ചിരിക്കുന്നത്. മറുത്തു സംസാരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്നെ നടത്തുന്ന വഴികളിൽ ഹല്ലേലൂയ ഞാൻ അവനോട് ചേർന്ന് നടക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ, വേദനയ്ക്കകത്തും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ പറ്റണം. ശൂന്യതയ്ക്കകത്തും ഇല്ലായ്മയ്ക്കകത്തും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ പറ്റണം. ചില സാഹചര്യങ്ങളിൽ ദൈവജനത്തെ ചില ശൂന്യതയ്ക്കകത്തൂടെ ദൈവം നടത്തുന്നത്, വേദനയ്ക്കകത്തൂടെ ദൈവം നടത്തുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാനുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാനുണ്ട്. അവിടെ ദൈവത്തെ മുഷിപ്പിക്കുന്നവരായിട്ടല്ല. മിസ്രയീമിൽ അടയാളങ്ങളും ഗോവൻബയിൽ അത്ഭുതങ്ങളെയും ചെയ്ത് അവൻ്റെ കയ്യേയും അവൻ ശത്രുവിൻ വശത്തിൽ നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. ഓർമ്മപ്പെശക് വന്നു. ദൈവഹിതത്തിൻ്റെ മുമ്പാകെ അവർക്ക് ഓർമ്മപ്പെശക് സംഭവിക്കുകയാണ്. വിഷയങ്ങൾ നടക്കാതെ വരുമ്പോൾ അവരതൂതും പറയുകയാണ്, ഇല്ല അങ്ങനെയല്ല, എൻ്റെ ദൈവം ഹല്ലേലൂയ എന്നെ അറിയുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ് മറ്റേതിനേക്കാളും എൻ്റെ ദൈവത്തെ ഹല്ലേലൂയ ഞാൻ ആരാധിക്കുമ്പോൾ തന്നെ അവനെ അനുസരിക്കുവാൻ, ഹല്ലേലൂയ അവനോട് ചേർന്ന് നടക്കുവാൻ ഇടയായി തീരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം, ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത എത്രയോ ശ്രേഷ്ഠപരമായ നാമമാണ്. ആ നാമത്തെ ഹല്ലേലൂയ വാഴ്ത്തുവാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചല്ലോ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരവനെ ഓർത്തില്ല. അവരവനെ ഹല്ലേലൂയ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവരവന് ഹല്ലേലൂയ മഹത്വം കരേറ്റുവാൻ, വിഷയങ്ങളുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ അവരവന് ഹല്ലേലൂയ സ്തുതി കരേറ്റുവാനോ ദൈവപ്രവൃത്തിയോട് ചേർന്ന് നടക്കുവാനോ അവർക്ക് സാധ്യമായില്ല. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ
ദൈവത്തിൻ്റെ കരുതലിനെ ഏറ്റെടുക്കുക മാത്രം അവർ ചെയ്തുകൊണ്ടിരുന്നു. ഹാലലുയ. എന്നാൽ ഇന്ന് പൽക്കാലം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഹാലലുയ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഹാലലുയ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം മുന്നേറുവാനാണ്. 1 Corinthians chapter 10 verses 9. 1 Corinthians chapter 10 verses 9. പിറുപിറുക്കരുത്. ദൈവത്തിൻ്റെ കൃപകളെ നാം ഏറ്റെടുക്കുമ്പോൾ അവർ ചിലർക്ക് സംഭവിച്ചതുപോലെ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവിനെ പരീക്ഷിക്കുകയും അരുത്. അവർ ചെറുത് പിറുപിറുത്തു. ഹാലലുയ്യ. ആ അനുഭവങ്ങളിൽ കൂടെ അല്ല നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതില്ല. കർത്താവേ, നീ നടത്തുന്ന അനുഭവങ്ങൾ, നീ നടത്തുന്നത് കർത്താവേ ഹാലലുയ്യ നിൻ്റെ ഹിതപ്രകാരം കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവേ എന്നെ സമർപ്പിക്കുന്നെന്ന് ഇന്നെത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഹൃദയംഗമായി കർത്താവിൻ്റെ മുമ്പാകെ ജീവിതത്തെ സമർപ്പിക്കാൻ പറ്റും? അവർ പരീക്ഷിച്ച് അവർ കർത്താവിനോട് പിറുവിർത്തത് ഹല്ലേലൂയ ദൈവത്തോട് പിറുവിർത്തത് ഇല്ല. അവരുടെ ജീവിതത്തിൽ നഷ്ടമായി പോകുവാനിടയായി, അത് ബുദ്ധിമുട്ടിലേക്ക് അവസാനിക്കുവാനിടയായി ഇല്ല. അപ്പൻ എന്നെ സ്നേഹിച്ചത്, ആ പിതാവ് എന്നെ നടത്തുന്നത് അവൻ്റെ ഉദ്ദേശപ്രകാരമാണ്. അവൻ്റെ ഹിതത്തിന് വേണ്ടിയാണ്, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹിതം എന്നിൽ കൂടെ നിറവേറ്റുവാനാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പുത്രനെ അയച്ച് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ജീവനെ നൽകിയവൻ അതോടുകൂടെ എനിക്ക് വേണ്ടി സകലം നൽകാതിരിക്കുമോ? പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കാം, പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ഞങ്ങളെ സ്നേഹിച്ച മറ്റാരുമില്ല, ഞങ്ങളെ അറിയുന്ന ദൈവം മറ്റാരുമില്ല. ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഞങ്ങളെ വഴി നടത്തുവാൻ, ഞങ്ങളുടെ കണ്ണീരിനെ ഒപ്പുവാൻ അവിടുന്ന് ജീവിക്കുന്നല്ലോ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. എഫെസ്യ ലേഖനത്തിലും ചില വേദഭാഗങ്ങളെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 2-ാം അധ്യായം എഫേഷ്യൻസ് ചാപ്റ്റർ 2 ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ ചില വാക്യങ്ങളെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൽ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപനായവനെ അനുസരിച്ച് നടന്നു. അവിടെ അനുസരിച്ച് നടന്നത്, അവിടെ കേട്ടത്, അവിടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ വാക്കുകളേക്കാൾ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ മാർമികമായ സത്യങ്ങളെക്കാൾ മനസ്സിലാക്കിയിരുന്ന എന്താണ്? ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൽ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിനായവനെ അനുസരിച്ചു നടന്നു. They have walked a different hallelujah step. That's not according to the will of God. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള നടപ്പല്ലായിരുന്നു, ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതമല്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഞങ്ങളെ എന്ത് ചെയ്തു? അതിക്രമങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങളെ അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഓ ലോർഡ്, എത്ര പേർക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയും? അതിക്രമങ്ങളിലും പാപങ്ങളിലും നിറഞ്ഞിരുന്ന നമ്മളെ അവൻ ഹല്ലേലൂയ അവൻ നമ്മളെ ഉയർപ്പിച്ചു. അവൻ നമ്മുടെ പാപത്ത് നമ്മളെ കരയേറ്റി, തിരികെ കയറേറ്റി അവൻ എന്നെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ അവസ്ഥയനുസരിച്ച് കേൾവി കൊടുക്കുന്നവരായിരുന്നില്ല. നൗ ഐ ഓൺലി ഹാവ് വൺ സ്റ്റെപ്പ്. എനിക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തെ, അതാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിന് മനോവിഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. വി ആർ ഓൺലി അണ്ടർ വൺ അംബ്രല്ല, the wrath of God. നമ്മളൊന്നും ഒഴിവല്ലായിരുന്നു, നമ്മളെല്ലാ കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ ഇപ്പോഴെങ്ങനാ നാം ശ്രദ്ധ പ്രാപിച്ചത്? ഇപ്പോഴെങ്ങനാ കൃപ പ്രാപിച്ചത്? അവൻ്റെ സ്നേഹത്താൽ, അവൻ്റെ ദീർഘക്ഷമയാൽ. അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാൻ. കർത്താവേ, കോപത്തിൻ്റെ മക്കളായിരുന്ന ഞങ്ങളെ, അനുസരണക്കേടിൻ്റെ മക്കളായിരുന്ന ഞങ്ങളെ, കോപത്തിൻ്റെ മക്കളായിരുന്ന ഞങ്ങളെ ദൈവകൃപയിലേക്ക് നടത്തിയ ആ വിലയേറിയ അനുഭവം, രക്ഷയുടെ സന്തോഷം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കിയല്ലോ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കുറവുകളെ കണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ വഴികളിൽ ഞാൻ നടന്നുകൊണ്ടിരുന്നു.
ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നടന്നുകൊണ്ടിരുന്നു. മൈ ലോർഡ്, but I have make a about turn. I came to the, oh hallelujah, the peace. I came to the joy. Hallelujah, I came to the happiness through repentance. Hallelujah, through repentance. Hallelujah. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മാത്രമേ അവൻ്റെ അരികിലേക്ക്, അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാമോ? ഒരിക്കൽ ഞാൻ അതിക്രമത്തിനും പാപത്തിനും അന്ധതയിലായിരുന്നു, ഞാൻ അന്ധതയിലായിരുന്നു. എനിക്ക് കാലത്തിൻ്റെ ഗതികൾ അനുസരിച്ച് ഞാൻ നടന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ വേർതിരിച്ച ആ പുത്രൻ്റെ സ്നേഹം മുഖാന്തരം അവൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, എൻ്റെ കുറവുകളെ ഏറ്റുപറയുവാൻ എനിക്ക് കൃപ നൽകിയല്ലോ. ദൈവത്തിന് നന്ദി അർപ്പിച്ചാട്ട് അല്പസമയം അതിനെ തുറന്ന് കർത്താവിനെ വാഴ്ത്തിയാട്ടെ. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ഇച്ഛ കൊണ്ടല്ല സംഭവിച്ചത് കേട്ടോ. നമ്മൾ ഇച്ഛിക്കുന്നതുകൊണ്ടല്ല സംഭവിച്ചത്. അവൻ്റെ കരുണയത്രേ. The peace, hallelujah, came to my heart, hallelujah, is only through the way, hallelujah. അവനിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം പ്രാപിക്കുവാൻ, ദൈവസന്നിധി കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധി അടുത്ത് വരുവാൻ, ആവശ്യം പ്രാപിക്കുവാൻ എനിക്ക് കൃപ നൽകിയല്ലോ. ഇതുവരെ നിങ്ങൾക്ക് ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ദൈവസന്നിധി കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, കുറവുകൾക്ക് പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ ഇല്ല, അവൻ്റെ പൈതലായി തീരുവാൻ, പുത്രത്വം പ്രാപിപ്പാൻ സാധ്യമല്ല കേട്ടോ. ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി രണ്ട് കടൽമാട് നടുവിൽ, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി എൻ്റെ അകൃത്യയാഗമായി തീർന്നത് എന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഞാൻ ആ കർത്താവിൻ്റെ സാക്ഷിയായി ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിൽ മാത്രമേ രക്ഷിക്കപ്പെടൂ. കർത്താവേ, നിങ്ങളുടെ പൈതലായി തീരുവ, കൽപ്പനകളെ അനുസരിപ്പാൻ കൃപ നൽകിയല്ലോ. ആരെങ്കിലും ദിവ്യ കൽപ്പനകൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ആ കർത്താവിനെ സുന്ദരക്ഷിതമായി സ്വീകരിപ്പാൻ, അതിക്രമങ്ങളെയും പാപങ്ങളെയും അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്, അവൻ കഴുകുന്ന ദൈവമാണ്. തങ്കച്ചോരയാൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. ലോർഡ്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അവൻ കാണിച്ചത് എങ്ങനെയുള്ള സ്നേഹമാ! കരുണാസമ്പന്നതയുമായി സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം നിങ്ങൾ എവിടെ പോയാലും ആ സ്നേഹം കിട്ടത്തില്ല കേട്ടോ. ഏത് സെൻറ്ററിൽ പോയാലും, എങ്ങ് പോയാലും ഇതുപോലെ ഒരു സ്നേഹം മറ്റൊരിടത്തും ലഭ്യമല്ല, ഒരിടത്തും കിട്ടത്തില്ല. ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം താൽക്കാലികമാണ്, ഒരു പരിധി വരെ ഉള്ളൂ. അതിനപ്പുറമായി നിങ്ങളെ സംരക്ഷണം ചെയ്യുവാൻ ആ സ്നേഹത്തിന് സാധ്യമല്ല കേട്ടോ. ഇന്ന് പകലിലും നിങ്ങളെ ആശ്രയം വെച്ചിരിക്കുന്ന കർത്താവിലാണെങ്കിൽ ആ സ്നേഹം നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. ആ സ്നേഹത്തിൻ്റെ കവറിങ്ങിലാണ് നിങ്ങൾ, ആ സ്നേഹത്തിൻ്റെ കരലാന നിങ്ങളുടെ മേലുണ്ട്. ആര് നിങ്ങളെ കൈവിട്ടാലും, ആര് നിങ്ങളോട് എതിർപ്പ് പറഞ്ഞാലും ആ സ്നേഹം നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കൂ. ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് കാണിച്ച നീ ഞങ്ങളോട് കാണിച്ചത് മഹാസ്നേഹമാണ്. അർഹതയില്ലാത്തടുത്ത് ഒഴുകി വരുന്ന മഹാസ്നേഹം. അതിക്രമണ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും അതിന് കാരണമായി തീർന്നത് കൃപയാലത്രേ. ഇറ്റ്സ് നോട്ട് അവർ മെറിറ്റ്സ്, ഇറ്റ്സ് നോട്ട് അവർ എബിലിറ്റി. It's truly through the grace, the abundance of grace. കാലം അതനുഭവിച്ചറിയുവാൻ ജീവിതത്തിൽ കർത്താവ് കൃപ ചെയ്യുന്നു. The abundance of grace. ക്രൂശിൽ കൂടെ പാട്ടുപാടി ക്രൂശിനെ ധ്യാനിക്കാനിടയായി തീരട്ടെ. എല്ലാവർക്കും ക്രൂശിനെ ധ്യാനിക്കാം.